ശ്രീ എ കെ ബാലൻ, അങ്ങ് തന്നെ എം കെ മുനീറിന് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ ഞങ്ങൾ സർക്കാർ റിപ്പോർട്ട് പരിശോധിക്കുന്നു, ശുപാർശകളിന്മേൽ നടപടിയെടുക്കുമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ മന്ത്രി പറയുന്നു ഞങ്ങൾ റിപ്പോർട്ട് കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം നിങ്ങളുടെ വിശദീകരണത്തിൽ വരുന്നത്? അത് ഒന്നാമത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് വരുന്നൊരു ദശകൾ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. റിപ്പോർട്ടിനുള്ള ഒരു പരിമിതി ഈ റെയിലൊരു ഭാഗത്തും എഞ്ചിൻ വേറൊരു ഭാഗത്തുമാണ്. ഈ എഞ്ചിനെ റെയിലിന്റെ മുകളിലാക്കിയാൽ ഇത് ഓടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂവിനെ നിയമപരമായി നേരിടണമെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ അത് നിൽക്കുന്നതായിരിക്കണം. അതിൽ പറ്റിയിട്ടുള്ള ഒരു പെശക് ഇതിലുണ്ട്. പെശകല്ലത്, അനിവാര്യമായിട്ടുള്ള ഒരു കുറവാണത്. കാരണം ഈ മൊഴി എടുത്തത് തന്നെ കൃത്യമായി അവർക്കൊരു ഉറപ്പ് കൊടുത്തു. ഒരു രൂപത്തിലും ഈ ഐഡന്റിറ്റി ഞങ്ങൾ വ്യക്തമാക്കില്ല. ആർക്കെതിരായിട്ടാണോ നിങ്ങൾ പറയുന്നത് അത് പറയില്ല, ആരാണോ പറയുന്നത് അത് പറയില്ല. അങ്ങനെ വന്നതിന്റെ ഭാഗമായി ഒരു ഗുണമുണ്ടായി. പുറത്തിത് പറയില്ല എന്നുള്ളത് കൊണ്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവണതകളും പറയാൻ നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് പൊതുസമൂഹം ഇതറിയാൻ നിർബന്ധിക്കപ്പെട്ടത്. പക്ഷെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിന്റെ ഭാഗമായി നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ ഒരു ഡിഫാക്ടോ കംപ്ലൈന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫാക്ടോ ഡി ജൂറെ കംപ്ലൈന്റ് ഉണ്ട്, രണ്ടുമില്ല. നിയമപരമായി ഒരു കേസ് നിൽക്കണമെങ്കിൽ, കോടതിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഇതിന് ഒരു പരാതി ഉണ്ടാകണം, ഒരു പരാതിക്കാരുണ്ടാകണം, അതുപോലെ തന്നെ പ്രതികൾ ഉണ്ടാകണം, അന്യായക്കാരുണ്ടാകണം. അതില്ലാത്ത ഒരു കേസാണിത്. എന്നാൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചില തെറ്റായിട്ടുള്ള പ്രവണതകൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, പൊതുസമൂഹം മൊത്തത്തിൽ ചെയ്യേണ്ടത്, മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഒരു ഭാഗത്ത് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ എങ്ങനെ സാധിക്കും, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൽ ഗവൺമെന്റിന്റെ പരിമിതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. കമ്മീഷന്റെ പരിമിതി കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറയുകയും ചെയ്യും. ഇനി കോടതിക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ അത് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല. ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിന്റെ പ്രശ്നമായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ വസ്തുതകൾ സമഗ്രമായി പരിശോധിക്കുന്നതിനും പരിശോധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള ഒരു നടപടി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരിടപെടൽ സാധ്യത ഇപ്പോഴും ഉണ്ട്. അതിന് പറ്റുന്ന രൂപത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശ്രമിച്ച എല്ലാവരും, പ്രത്യേകിച്ച് ഇപ്പോൾ പാർവതിയെ പോലുള്ള ആൾക്കാർ നല്ല ശ്രമമാണല്ലോ നടത്തിയിട്ടുള്ളത്. അവർ മാത്രമല്ല, WCCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ മൊഴികൾ ഇങ്ങനെ വന്നത്. അപ്പൊ ഇത് റെയിലിന്റെ മുകളിൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ എഞ്ചിന് റെയിലിന്റെ മുകളിലാക്കുന്നതിനുള്ള നടപടി കൂടി അവരുടെ ഭാഗത്തുണ്ടാക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ. ഇതിലൊരു വിഷയമുള്ളത് ഇപ്പൊ ഈ കമ്മിറ്റി എന്ന് പറഞ്ഞ ഹേമ കമ്മിറ്റി എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കാൻ കാരണം അതൊരു കമ്മീഷൻ അല്ല എന്നുള്ളതാണ്. അതായത് എൻക്വയറീസ് ഓഫ് ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെങ്കിൽ എൻക്വയറീസ് ആക്ട് പ്രകാരം അതെ ആ ആക്ട് പ്രകാരമല്ല ഇത് രൂപീകരിച്ചിരിക്കുന്നത് എന്നറിയാം. താങ്കൾ സാംസ്കാരിക മന്ത്രി ആയിരിക്കുന്ന സമയത്താണല്ലോ അത് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആ നിയമത്തിന് കീഴിൽ ഒരു കമ്മീഷനായിട്ട് ഇത് വെക്കാതിരുന്നത്? ഒരു കമ്മിറ്റി മതി എന്ന തീരുമാനം എന്തുകൊണ്ടായിരുന്നു? അതായത് കമ്മീഷന്റെ ഭാഗമായി സാധാരണ നിലയിൽ എല്ലാ ആൾക്കാർക്കും അറിയാം, എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയാൽ ആ റിപ്പോർട്ട് നമ്മൾ മേശപ്പുറത്ത് വെക്കണം. അതായത് നിയമസഭയുടെ മുമ്പിൽ വെക്കണം. നിയമസഭയുടെ മുമ്പിൽ വെച്ച് അതിന്റെ അനുബന്ധമായിട്ട് തന്നെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും വെക്കണം. എന്നതിന് ശേഷം ഗവൺമെന്റ് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ അന്വേഷണ ഏജൻസികളെ ചുമതലപ്പെടുത്തണം. അന്വേഷണ ഏജൻസികൾ ഇത് കണ്ടുപിടിച്ച് കോഗ്നിസൻസ് എടുത്ത് കോടതിയിൽ കൊണ്ടുപോകണം. ഇതിനാണ് അതിന്റെ നടപടിക്രമങ്ങൾ. പക്ഷേ ഇതിൽ വളരെ വ്യക്തമാണ്. അതായത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വ്യവസായം നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്.
പൊതുവിൽ. അതായത് സ്ഥാപനം നേരിടുന്ന പ്രശ്നം അതെല്ലാവരെയും ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമായിരുന്നു അന്ന് സിനിമാ മേഖല. എല്ലാവർക്കും അറിയാം. ഒരു 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 വൈഡ് റിലീസ് പോലും അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു എ ക്ലാസ് തിയേറ്ററിൽ മാത്രമേ ഞാൻ പറയുന്നത് മനസ്സിലായിക്കോളൂ. അന്നത്തെ പ്രതിസന്ധിൻ്റെ ആണ് ഞാൻ ആദ്യം പറയുന്നത്. അത് ഒരു എ ക്ലാസ് തിയേറ്ററിൽ മാത്രമേ ഒരു പുതിയ പടം ഓടുക. ബി ക്ലാസ്സിലേക്കോ സി ക്ലാസ്സിലേക്കോ പോകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിർമ്മാതാവ് ഒരു പടം എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താണ് പിടിക്കുക. കാരണം ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തപ്പാനകളുണ്ട്. അവരുടെ അറിവോ സമ്മതമോ ഇടപെടലോ ഇല്ലെങ്കിൽ ഒറ്റ തിയേറ്ററും കിട്ടില്ല. അങ്ങനെ ഒരു പെരുന്നാൾ ദിനം 4 പടം സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഞാനും ഇടപെട്ട് ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്ത് വൈഡ് റിലീസാക്കി എ ക്ലാസ്സിലും ബി ക്ലാസ്സിലും സി ക്ലാസ്സിലും പടം കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു ബി ക്ലാസ്സിലേക്കും സി ക്ലാസ്സിലേക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇറങ്ങില്ല. കാരണം ഒരു ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തപ്പാനകളുടെ നിയന്ത്രണത്തിലും അവരുടെ കയ്യും കാലും പിടിച്ചാൽ മാത്രമേ തിയേറ്ററിൽ കിട്ടൂ. കാരണം എ ക്ലാസ് തിയേറ്റർ അവരുടെ നിയന്ത്രണത്തിലാണ്. അത് ആദ്യം പൊട്ടിച്ചു, കൈ കൊടുത്തു. രണ്ടാമതുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2013 ഈ ഒരു ആക്ട് കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. ആ ആക്ടിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന സെക്ഷൽ ഹറാസ്മെന്റ് അത് പ്രിവെന്റ് ചെയ്യുക, അത് പ്രൊഹിബിറ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ICCകൾ രൂപപ്പെടുത്തേണ്ടിയിരുന്നത്. അന്ന് ആ UDFന്റെ കാലഘട്ടത്തിൽ ഒരു ICCയും രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്താ വെച്ചാൽ തൊഴിലിടങ്ങൾ എന്താണ്? കാരണം ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും, അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായും അത് താങ്കൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത്രയും പുറകോട്ട് പോകാതെ ഇപ്പോ WCC തന്നെ ഒരു നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഈ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്ന സമയത്ത് അത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ആയിക്കൂടായിരുന്നോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് സർക്കാർ പോകാതിരുന്നത് എന്നാണ്. കാരണം അത് മനസ്സിലായില്ലേ? അത് ഈ കമ്മിറ്റിയുടെ മുമ്പാകെ തന്നെ മൊഴി കൊടുത്തിയ ആൾക്കാർ എന്താ പറയുന്നത്? ഞങ്ങളുടെ പേര് പറയാൻ പാടില്ല. ഒന്ന്, ആർക്കെതിരായിട്ടാണോ ഞങ്ങൾ പറയുന്നത് അത് പറയാൻ പാടില്ല. എന്ത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ പറയുന്നത് അത് പറയാൻ പാടില്ല. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഈ ഒരു ഉറപ്പ് കൊടുക്കണം. അതാണ് കമ്മീഷൻ അവർക്ക് ഉറപ്പ് കൊടുത്തത്. ആരാണ് പറയുന്നത്, ആർക്കെതിരായിട്ടാണ് പറയുന്നത്, അത് പറയില്ല എന്ന് ഉറപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ മൊഴി കിട്ടിയ തന്നെ. മൊഴി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആ മൊഴി കൊടുത്ത ആൾക്കാരും അതുപോലെ തന്നെ കമ്മീഷൻ തമ്മിലുള്ള ഒരു അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞത്. അത്തരമൊരു സാഹചര്യത്തിൽ എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരമാണ് നമ്മൾ തെളിവെടുപ്പ് നടത്തുന്നത് എങ്കിൽ ഒരിക്കലും ഇത് വരാൻ പോകുന്നില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ വരാൻ പോകുന്നില്ല. കാരണം ആരും പേടിച്ചിട്ട് ഇതിന്റെ മുമ്പിൽ വരില്ലല്ലോ. എൻക്വയറി കമ്മീഷന്റെ മുമ്പിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. നമുക്കുള്ള മെച്ചമെന്ന് പറയുന്നത് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം, അതിനകത്ത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് വേണ്ടിവരും, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമായിരുന്നില്ലേ? അത് സർക്കാരിന് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ചില കാര്യങ്ങളെങ്കിലും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ലേ അത്? ഇല്ല, അങ്ങനെ കടക്കാൻ കഴിയില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ മൊഴിയേ ഉണ്ടാവില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അല്ല, മൊഴികൾ ഉണ്ടാവില്ല എന്നത് ശ്രീ ബാലൻ, മൊഴികൾ ഉണ്ടാവില്ല എന്നത് പിന്നീടല്ലേ നമ്മൾ അറിയുന്നത്. ഇപ്പൊ മൊഴി നൽകുന്ന ആളുകൾ അവരുടെ പേര് പറയരുത് എന്ന് ആവശ്യപ്പെടുന്നത് സാധാരണമായ കാര്യമാണ്. അവർക്ക് ആരാണ് അത് ചെയ്തത് എന്ന് പറയരുത് എന്ന് അവർ ആവശ്യപ്പെട്ടാലും അല്ല, മൊഴി ഇപ്പോ പേര് പറഞ്ഞ് വ്യക്തമാക്കി പേര് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർശനമായിട്ടുള്ള നിലപാടെടുത്തല്ലോ. ഇതിനൊന്ന് റെയിലിന്റെ മുകളിലാക്കാൻ നിങ്ങൾ സഹായിക്കണം. അതിനൊരു പരാതി കിട്ടണം. പരാതി കിട്ടിയെടുത്തോളം കാലം ഇത് വണ്ടി ഒരു ഭാഗത്തും റെയിൽ വേറൊരു ഭാഗത്തുമായിട്ടാണ് കിടക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഈ മേഖലയിൽ ഇനി ധൈര്യപൂർവ്വം പറയുന്നതിന് അവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ആ പ്രശ്നം തീർത്താൽ ഈ ഇഷ്യൂ അതിഗംഭീരമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് ഇന്നലെ പാർവതി ഒരു കാര്യം പറഞ്ഞു ശ്രീ ബാലൻ.
പാർവതി ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇനി വീണ്ടും അവർ തന്നെ വേണമോ ഇനി പരാതിയുമായിട്ട് വരാൻ? ഇത്രയും അനുഭവിച്ച ആളുകൾ, ഇത്രയും അനുഭവിച്ച് സർവൈവ് ചെയ്ത ആളുകളോട് നിങ്ങൾ വീണ്ടും പറയുകയാണ് പരാതി കൊടുക്കും, അവരുടെ പേര് പുറത്തു വരും. ആ പേര് പുറത്തു വരുന്നതോടുകൂടി അവർ ഹോണ്ട് ചെയ്യപ്പെടും. അവർ ഹോണ്ട് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം ശ്രീബാലൻ? അതിനാണ് ഗവൺമെന്റ് പറഞ്ഞത്, ഏത് പ്രഗത്ഭനായ വ്യക്തിയായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഇങ്ങനെ ഒരു നടപടി ഇവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അഗ്രീവഡ് ആയിട്ടുള്ള ഞങ്ങൾ കർട്ടന്റെ പിന്നിൽ നിന്നോളാം, കാണാമറയത്ത് നിൽക്കാം, ഞങ്ങൾക്ക് പറയാനുള്ളതും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ ഗവൺമെന്റ് പറയണം. അങ്ങനെ ഒരു കേസ് നിലനിൽക്കില്ല. അല്ല, അതാണല്ലോ ശരി. അഗ്രീവഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ വീണ്ടും വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുകയാണോ വേണ്ടത്? അതോ അവരുടെ കാര്യം മനസ്സിലാക്കി അത് അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണോ വേണ്ടത്? അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനോ ഒരു പരാതി, ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ തെളിവെടുത്താൽ പോരെ. തെളിവില്ലാതെ സർക്കാരിന് ചെയ്തുകൂടാ? ശ്രീ ഏകബാലൻ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇവരുടെ ആരുടെയും പേരുകൾ പുറത്തു വരാതെ ഇത് അന്വേഷിക്കാൻ കഴിയുമോ എന്നതിൽ ഒരു നിയമോപദേശം തേടാൻ സർക്കാർ തയ്യാറുണ്ടോ? ആരുടെയും പേര് പുറത്തു വരാതെ ഇത് അന്വേഷിക്കാൻ കഴിയുമോ എന്നതിൽ ഒരു നിയമോപദേശത്തിന് സർക്കാരിന് എന്തുകൊണ്ട് മുന്നിട്ടിറങ്ങിക്കൂടാ? എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നത്, അതായത് ഞാനിപ്പോ പറയുന്നതെല്ലാം ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ടാണ് ഇപ്പൊ പറയുന്നത്, ഇതിന്റെ നിയമവശം നോക്കിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഒരു കേസ് കോടതി കിടക്കുന്നുണ്ട്, അവിടെ കാണാം നമുക്ക് ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത്.